സർ, വിജയ് തമിഴ്നാട് വെട്രി കഴകത്തിന്റെ ഒരു റാലി ഈ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്, ജനസാഗരമായിരുന്നു. വിജയ് എപ്പോഴൊക്കെ ഈ പാർട്ടിയുടെ ഒരു റാലിയോ സമ്മേളനമോ സംഘടിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആളുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. എംജിആറിനോടാണ് വിജയുടെ PR ടീം തന്നെ വിജയെ ഉപമിക്കുന്നത്. എന്ന് വെച്ചാൽ വിജയ് തന്നെ സ്വയം അങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വിജയുടെ തന്നെ PR ടീമുകളാണ് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നത്. പക്ഷേ MGR ഉണ്ടാക്കിയതുപോലെ ഒരു ഓളം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലല്ല വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഓളം സൃഷ്ടിക്കാൻ വിജയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും സാധിക്കുന്നുണ്ട്. 2026-ൽ താൻ മുഖ്യമന്ത്രിയാകും എന്നത് തന്നെയാണ് വിജയ് പരസ്യമായും രഹസ്യമായും പൊതുജനങ്ങൾക്ക് നൽകുന്ന സൂചനകൾ. അദ്ദേഹം പ്രതിനിധീകരിച്ച ചില സിനിമകൾ ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണത്തിന് മേഴ്സൽ സർക്കാർ പോലെയുള്ളവയൊക്കെ. അതിലൊക്കെ വ്യക്തമായി തന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് തന്റെ സിനിമകളിലൂടെയും വിജയ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2026 എന്നുള്ള നമ്പർ പ്ലേറ്റ് പോലും അദ്ദേഹം തന്റെ വാഹനത്തിന് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ വിജയ് 2026-ൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകാൻ അരയും തലയും മുറുക്കി ഇറങ്ങുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ വിജയുടെ TVK തമിഴ്നാട് വെട്രി കഴകം എങ്ങനെ സ്വാധീനിക്കും? TVK ഇതുവരെ നടത്തിയ സമ്മേളനങ്ങൾ, പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതായ ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇതിനു മുൻപ് വിജയേക്കാൾ പ്രഗത്ഭരായിരുന്ന 2 പേർ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അവര് കമൽഹാസനും അതേപോലെ തന്നെ രജനീകാന്തും രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടി ഒരുങ്ങുകയും അത് പരാജയപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്വയം പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ കമൽഹാസനാവട്ടെ BJPയോട് ഏറ്റുമുട്ടി വീരചരമം പ്രാപിക്കുകയായിരുന്നു. എന്തായാലും അതിനുശേഷം വിജയ് രംഗത്തേക്ക് വരുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ മാറ്റം, വിജയുടെ ഒരുക്കം നമ്മൾ കാര്യമായി നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, വിജയുടെ പാർട്ടി ഒരു തമിഴ്നാട് കേരള കോൺഗ്രസ് ആവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതായത് വിജയ് എന്ന് പറഞ്ഞാൽ ജോസഫ് വിജയ് എന്ന് പറയുന്ന അദ്ദേഹം ഈ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാക്കന്മാര് ബിഷപ്പുമാരെ കാണുന്നതിന്റെ തിരക്കിലായിരുന്നു. ബിഷപ്പുമാരെ കാണുന്നു, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു, അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ജോസഫ് വിജയ് തന്റെ ഒരു അണികളെ എവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിക്കും. അത് ക്രിസ്ത്യൻ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് എന്ന് കാണാൻ കഴിയും. എന്നാൽ ഇതൊരു ക്രിസ്ത്യൻ പാർട്ടിയാണെന്ന് അദ്ദേഹം ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല. ഇതൊരു മതേതര പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതിനൊരു ബാക്കിംഗ് ഉണ്ട്. ഈ ബാക്കിംഗ് ഉണ്ടാവാൻ കേവലം ഒരു ക്രിസ്ത്യൻ എന്നുള്ള ഒരു പേര് മാത്രമല്ല, സാമൂഹികമായ രാഷ്ട്രീയമായ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. DMK എന്ന് പറയുന്ന പാർട്ടി, ആ DMK കേഡർ പാർട്ടിയാണ്, ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ്. ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യണം, സനാതനധർമ്മം ഇല്ലായ്മ ചെയ്യണം, സനാതനധർമ്മം പ്ലേഗാണ്, മലേറിയ ആണ് എന്നൊക്കെ പരസ്യമായി പ്രസംഗിക്കാൻ മടി കാണിക്കാത്ത പാർട്ടി. എന്തുകൊണ്ടാണ് DMK അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? രാഷ്ട്രീയമായി നോക്കിയാൽ ഇന്ത്യക്കെതിരെ, ഹിന്ദിക്കെതിരെ, ഹിന്ദുസ്ഥാനെതിരെ, ഹിന്ദുത്വത്തിനെതിരെ, ഹിന്ദുക്കൾക്കെതിരെ എന്നുള്ള ഒരു നിലപാട് DMK കൈക്കൊള്ളുമ്പോൾ DMKക്ക് അതുകൊണ്ട് ചില രാഷ്ട്രീയ ലാഭങ്ങളുണ്ട്. അതിലൊന്നാണ് തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല കേഡർ പാർട്ടി, അത് ഇന്ന് DMK ആണ്. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെല്ലാം. രണ്ടാമത്തേത്, തമിഴ്നാട്ടിൽ മുസ്ലിം വോട്ട് ബാങ്കിനെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന പാർട്ടി, അത് DMK ആണ്. മാത്രമല്ല മുസ്ലിം ലീഗിന് കേരളത്തിന് പുറത്ത് MLA, MP എന്നിവയെ സംഭാവന ചെയ്ത രാഷ്ട്രീയ അന്തരീക്ഷം DMK ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്കറിയാം, ലോക്സഭയിലേക്ക് CPIM-ന് 2 MP-മാരാണുള്ളത്. ഒരാൾ കേരളം, ഒരാൾ തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോക്സഭാ വിജയം നേടാൻ മാത്രമുള്ള സംഘടനാ ശേഷി CPIM-ന് ഉണ്ടെന്ന് CPIM-കാർ പോലും വിശ്വസിക്കില്ല, പറയുകയുമില്ല. പക്ഷെ അത് ഉണ്ടായി. 3 സീറ്റ് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ മുസ്ലിം ലീഗിന് തമിഴ്നാട് കൊടുത്തു, ഒരെണ്ണം വിജയിച്ചു. 1 സീറ്റ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ മുസ്ലിം ലീഗിന് DMK കൊടുത്തു, അത് വിജയിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ മുസ്ലിം സംഘടിത വോട്ട് ബാങ്കിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും
ഒരുപോലെ തന്റെ പിന്നിൽ അണിനിരത്തിക്കൊണ്ടാണ് സ്റ്റാലിന്റെ മുന്നേറ്റം. പക്ഷെ ഇവിടെ അനാഥരായി പോകുന്ന ഒരു വിഭാഗമുണ്ട്, അത് ക്രൈസ്തവരാണ്. കേരളത്തിലെ ക്രൈസ്തവർ ഇന്ന് അനുഭവിക്കുന്നതിന് സമാനമായ ഒരു അവസ്ഥയാണ് തമിഴ്നാട്ടിലെ ക്രൈസ്തവരും അനുഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ ക്രൈസ്തവര് പ്രബലമായ ഒരു മേഖലയാണ്. പക്ഷേ മുസ്ലിം വോട്ട് ബാങ്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് തമിഴ്നാട്ടിൽ ദുർബലമാണ്. അതായത് തമിഴ്നാട്ടിലെ ന്യൂനപക്ഷത്തിൽ നമ്പർ 1 മുസ്ലിമാണ്, നമ്പർ 2 ആണ് ക്രിസ്ത്യൻ. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് തമിഴ്നാട്ടിൽ ഒരു അരക്ഷിത ബോധമുണ്ട്. ഇതിനെ പരോക്ഷമായി വിജയ് മുതലെടുക്കുന്നുണ്ട്, തന്റെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയുടെ പാർട്ടി ഒരു തമിഴ്നാട് കേരള കോൺഗ്രസ് ആകാനാണ് സാധ്യത. കേരളത്തിലും കേരള കോൺഗ്രസ് ഉണ്ടായ കാലത്ത് അത് ആരുടെ പാർട്ടിയാണെന്ന് ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. NSSന്റെ സ്ഥാപകാചാര്യനായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസ് തുടങ്ങി. R ബാലകൃഷ്ണപിള്ള, നാരായണക്കുറുപ്പ് തുടങ്ങിയ ആൾക്കാര്, NSSന്റെ നേതാക്കന്മാര് അന്ന് കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ഡോക്ടർ ജയരാജ് എന്ന് പറയുന്ന നാരായണക്കുറുപ്പിന്റെ മകൻ കേരള കോൺഗ്രസിലുണ്ട്, ചീഫ് വിപ്പാണ്. പക്ഷെ എങ്കിലും എല്ലാവർക്കും അറിയാം കേരളത്തിലെ കേരള കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ പാർട്ടി തന്നെയാണ്. ഇതുപോലെ തമിഴ്നാട്ടിലെ വിജയുടെ പാർട്ടി ഒരു ക്രിസ്ത്യൻ ബാക്കപ്പ് ഉള്ള പാർട്ടിയായി തീരാൻ ചില കാരണങ്ങൾ കൂടി ഞാൻ പറയാം. അതായത് തമിഴ്നാട്ടിൽ മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യം ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നില്ല. തമിഴ്നാട്ടിൽ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് DMK കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിനെ അട്ടിമറിക്കാൻ കഴിയുന്ന മറ്റൊരു കൂട്ടുകെട്ട് ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. മറുവശത്ത് AIADMK ദുർബലമാണ്. അപ്പൊ ദുർബലമായ AIADMKയുടെ കൂടെ ചേർന്നിട്ടും കാര്യമില്ല. ഈ സാഹചര്യത്തിലാണ് വിജയ് എന്ന് പറയുന്ന സിനിമാ നടന്റെ ആ ഒരു താരപരിവേഷത്തെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്യുന്നത്. അവിടെ വിജയ് എന്ന് പറയുന്ന ഒരു താരത്തിന്റെ പിൻബലമുണ്ട്, ക്രൈസ്തവ പിൻബലമുണ്ട്, ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടിന് ബദലായിട്ടുള്ള എതിരായിട്ടുള്ള ഒരു വികാരമുണ്ട്. ഇതിനെയെല്ലാം യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് അതിനെ തന്റെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാനുള്ള തികഞ്ഞ കൗശലത്തോടു കൂടിയാണ് വിജയ് ഇന്ന് മുന്നോട്ട് നീങ്ങുന്നത്. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും? ഒന്ന്, DMKയുടെ കുറെ വോട്ട് ബാങ്കുകളിൽ ചെറുപ്പക്കാരുടെ മേഖലയിൽ നിന്ന് ഒരു കടന്നുകയറ്റം നടത്താൻ വിജയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ അത് AIADMKയും ബാധിക്കും. അപ്പോൾ AIADMKയുടെയും DMKയുടെയും വോട്ട് ബാങ്കില് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് വിജയ് സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് രൂപീകരിക്കുന്നു. അതിനൊരു ക്രിസ്ത്യൻ പശ്ചാത്തലം കൊടുക്കുന്നു. മുസ്ലിം വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരു വികാരം ഉണർത്താൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ DMK ദുർബലമാവും, അല്ലെങ്കിൽ AIADMKയും ചെറിയ തോതിൽ ദുർബലമാകും. കാരണം അദ്ദേഹത്തിന്റെ ഫാൻ ബേസ് എന്ന് പറയുന്നത് കേവലം ഒരു മത അടിസ്ഥാനത്തിലല്ല, സിനിമയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ 2026 മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുമാനം. കാരണം ഈ വൈകാരികമായിട്ടുള്ള അണികളുടെ, ചെറുപ്പക്കാരുടെ ആവേശം പൊതുയോഗങ്ങളിൽ അലയടിക്കുന്നത് പോലെ വോട്ട് ബാലറ്റ് പെട്ടികൾ എത്തിക്കാനുള്ള സംവിധാനം, അതായത് സംഘടനാ സംവിധാനം വിജയുടെ പുതിയ പാർട്ടിക്ക് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ വോട്ടുകളെ പെട്ടിയിൽ എത്തിക്കുക? അത് DMK പോലെയുള്ള അധികാരത്തിലിരിക്കുന്ന കേഡർ പാർട്ടിയുടെ വൻ മതിലിനെ മറികടന്നുകൊണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. പക്ഷെ എങ്കിൽ പോലും DMKയുടെ സീറ്റുകൾ കുറയ്ക്കാം, ചിലപ്പോൾ AIADMKയുടെ സീറ്റുകൾ കുറയ്ക്കാം, അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടിക്ക് കുറെ സീറ്റുകൾ കിട്ടാം. പക്ഷെ അതിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ ഈ അവസരത്തിൽ അതുകൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ വിജയെ കാണാനെത്തുന്ന അല്ലെങ്കിൽ വിജയുടെ സമ്മേളനങ്ങളിൽ എത്തുന്ന ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തെ വിജയ്ക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമോ എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. അതിന് സാധിച്ചാൽ മാത്രമേ 2026 വിജയ്ക്കും TVKയ്ക്കും വ്യക്തമായ ഒരു ഇൻഫ്ലുവൻസ് തമിഴ്നാട് പൊളിറ്റിക്സിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് യാഥാർത്ഥ്യവും. ഒരു നടൻ എന്നതിലുപരി ഒരു പൂർണ്ണമായുമുള്ള ഒരു രാഷ്ട്രീയക്കാരനായി വിജയ് മാറുമോ എന്നും 2026 കണ്ടറിയാം. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.